+1 സീറ്റ് വിഷയത്തിൽ മുൻ നിലപാട് മാറ്റിയ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി മറ്റന്നാളാണ് ചർച്ച നടത്തുക. MSFന് പിന്നാലെ SFIയും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച വിളിച്ചത്. മലബാറിൽ +1 സീറ്റിൽ പ്രതിസന്ധിയില്ല എന്ന നിലപാടിൽ നിന്നാണ് ഒറ്റ ദിവസം കൊണ്ട് മന്ത്രി മലക്കം മറിഞ്ഞത്. +1 വിഷയത്തിൽ മലപ്പുറത്ത് പറയുന്നത്ര പ്രതിസന്ധിയില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ SFI കൂടി രംഗത്തെത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രകാരം ജില്ലയിൽ 21,550 സീറ്റുകൾ ഒഴിവുണ്ടെന്നും പ്രവേശനം നേടാനുള്ളവരുടെ എണ്ണം 14,037 മാത്രമാണെന്നുമാണ് മന്ത്രിയുടെ കണക്ക്. പക്ഷേ എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് MSF സ്വീകരിച്ചിരിക്കുന്നത്. MSFന്റെ സമരം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് SFI കൂടി ഈ സമരരംഗത്തേക്ക് വരുന്നത് എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നാളെ മലപ്പുറത്ത് കളക്ടറേറ്റിലേക്കാണ് SFI മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബാച്ച് കൂടുതൽ അനുവദിക്കണം എന്ന ആവശ്യമാണ് SFI ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് SFIയുടെ ഈ ഒരു നിലപാട് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്നതാണ്. അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് SFIക്കുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സമര പ്രഖ്യാപനം. എന്നാണെങ്കിലും അതേസമയം തന്നെ ഈ ഒരു വിഷയം പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ പുരോഗമിക്കുന്നുവെന്ന വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് ഈ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ട നടപടിയെടുക്കുമെന്ന ഉറപ്പ് വാഗ്ദാനം മന്ത്രിയുടെ ഓഫീസ് ആവർത്തിക്കുന്നുണ്ട്. അതേ സമയത്താണ് ഇപ്പോൾ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. അതേസമയം MSF ഈ SFIയുടെ ഈ നിലപാടിനെ കണ്ണിൽ പൊടിയിടലായിട്ടാണ് പരിഹസിക്കുന്നത്. ഇത്രയും കാലം ഈ പ്രശ്നമുണ്ടായപ്പോഴൊന്നും ഇടപെടാതെ ഇപ്പോൾ ഇതിന്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് SFI ഇടപെടുന്നത് എന്നൊരു പരിഹാസമാണ്, ആക്ഷേപമാണ് MSFന്റെ ഭാഗത്തുമുള്ളത്. MSF ഈ ഒരു സമരത്തിൽ തുടർന്നു വരുന്ന നടപടികൾ ഇനിയും കൊണ്ടുപോകും, സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ നാളെ MSFന്റെയും SFIയുടെയും സമരം മലപ്പുറത്തുണ്ടാകും. അതേസമയം ഇത് പരിഹരിക്കാനുള്ള സർക്കാരിന്റെ നടപടികൾ എത്രമാത്രം ഫലം കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അധിക ബാച്ച് അനുവദിച്ചേ തീരൂ എന്ന നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടനകൾ. സമീപ ജില്ലകളിൽ ഉള്ളവർ, മലപ്പുറത്തിന് തൊട്ടടുത്തുള്ള ജില്ലകളിൽ കൂടിയുള്ളവർ മലപ്പുറത്ത് +1 അപേക്ഷ നൽകിയിട്ടുണ്ട്. അവരെ കൂടിയൊക്കെ പരിഗണിച്ച് വേണം നിലപാടെടുക്കണമെന്ന നിലപാടാണ് MSFനുള്ളത്. സ്വാഭാവികമായിട്ടും ആ സമര കലുഷിതമാകുകയാണ് മലപ്പുറം ഈ +1 സീറ്റ് വിഷയത്തിൽ. മലപ്പുറത്തുനിന്നും അഖിലോട് പറയപ്പം CB അനുമോദ്, ന്യൂസ് 18.